എന്തുകൊണ്ട് സുവിശേഷം ആവശ്യമായിരിക്കുന്നു? അപ്പോൾ ആദ്യത്തെ 2 പേജിൽ സുവിശേഷത്തിൻ്റെ ആവശ്യകത. അതെന്തുവാ? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു. 3:23 വരെ ഇതാ വിഷയം. പാപം. എന്താണ് സുവിശേഷത്തിൻ്റെ ആവശ്യം? പാപമെന്ന മാരക പ്രശ്നമാണ്. പാപമെന്ന മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം, മതത്തിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം, മനുഷ്യനെ മരണത്തിലേക്കും നരകത്തിലേക്കും തള്ളിവിട്ട പ്രശ്നം, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയ പ്രശ്നം, മനുഷ്യൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയ പ്രശ്നം, മനുഷ്യനെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പ്രശ്നം, മനുഷ്യൻ്റെ കണ്ണ് കുരുടാക്കിയ പ്രശ്നം, മനുഷ്യനെ തിന്മയിലേക്ക് തള്ളിവിട്ട പ്രശ്നം, മനുഷ്യനെ പിശാചുമായി ബന്ധിപ്പിച്ച പ്രശ്നം, അതാണ് പാപം. ഈ പാപത്തിനുള്ള പരിഹാരമാണ് സുവിശേഷം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു. ഒരു വ്യത്യാസവുമില്ല. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രിയൻ, കത്തോലിക്കൻ, യാക്കോബക്കാരൻ, മർത്തോമാക്കാരൻ, ഇവാഞ്ചലിക്കക്കാരൻ, പെന്തിക്കോസുകാരൻ. ഒടുവിലത്തെ പറയാതിരുന്നിരുന്നേ നിങ്ങൾ അല്ലേലിയ പറഞ്ഞേനെ. പക്ഷെ ഇനിയിപ്പോൾ അതുകൂടെ പറയണം. കാരണം ഇതൊരു വലിയ പ്രസ്ഥാനമായി. ഇതിനകത്ത് ഇപ്പോൾ രക്ഷിക്കപ്പെടാതെയും ഇരിക്കാം. പിന്നെ എന്നാ സാധാരണ കാര്യമാണ്. അതൊക്കെ സാധാരണ കാര്യമാണ്. അതെ, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്തു ദൈവദയസില്ലാത്തവരായി തോന്നുന്നു. ഒരു പെന്തിക്കോസുകാരൻ്റെ മകൻ പെന്തിക്കോസുകാരനല്ല ആകാൻ സാധ്യതയുണ്ട്. ഒരു പാസ്റ്ററുടെ മകൻ വിശ്വാസിയാകാൻ സാധ്യതയുണ്ട്. അവൻ വ്യക്തിപരമായി ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിയുകയും എൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന് തിരിച്ചറിയുകയും കർത്താവുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുന്നത് വരെ അവൻ പാപിയാണ്. കർത്താവുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുന്നത് വരെ അവൻ പാപിയാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സുവിശേഷത്തിൻ്റെ ആവശ്യകത. സുവർണവാക്യം ഗോൾഡൻ വേഴ്സ് 24. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ കൃപയെ കുറിച്ച് പറയുന്നു റോമർ 3:24. എന്താണ് കൃപ? ഫേവർ. ദൈവത്തിന് മനുഷ്യനോടുള്ള അളവറ്റ സ്നേഹം, കരുണ, ദയ, ഇതെല്ലാം കൂടെ ചേർത്ത വാക്ക കൃപ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ് നമ്മെ വീണ്ടെടുത്തത്. ദൈവത്തിന്റെ കൃപയാണ് നമ്മെ രക്ഷിച്ചത്. എഫേസ്യർ 2:8. കൃപയാൽ, വിശ്വാസം മൂലം രക്ഷ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാസ്തവാക്യം. കൃപയാൽ, വിശ്വാസം മൂലം രക്ഷ. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന് ദാനം അത്രേ ആകുന്നു. കൃപ. തീത്തോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഉദിച്ചു എന്ന വാക്ക് അസ്തമനം എന്ന വാക്കിനെ സൂചിപ്പിക്കും. ദൈവകൃപ ഉദിച്ചതാണെങ്കിൽ ദൈവകൃപ അസ്തമിക്കും. അതെ, കൃപയുടെ വാതിൽ പൂട്ടുവാൻ കാലമായി. ദൈവകൃപയുടെ ഉദയസൂര്യൻ നമുക്ക് വേണ്ടി ഉദിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഏത് പാപിക്കും, ഏത് അർദ്ധരാത്രിക്കും, എവിടെ വെച്ചും വിളിച്ചപേക്ഷിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ ആ വാതിൽ അടയ്ക്കാറായി. ഇന്ന് രാത്രിയിലും ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ആമേൻ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ എത്ര നാം നീതീകരിക്കപ്പെടുന്നത്. കൃപ ഉദിച്ചതിനാൽ, വാക്യം 25, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം ഒരാളെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് അറിയാവോ? അർത്ഥനഗ്നനായിട്ട്. എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് അറിയാവോ? തലയിൽ മുൾക്കിരീടം തറച്ച്. എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? മുഖത്തൂടെ ചോരയും തുപ്പലും ഒഴുകിയിട്ട്.
എങ്ങനെയാ നിർത്തിയിരിക്കുന്നത് അറിയാവോ? രണ്ട് കൈകളിലും വിരിച്ച് ഇരുമ്പാണി അടിച്ച് കയറ്റിയിട്ട്. എങ്ങനെയാ നിർത്തിയിരിക്കുന്നത് അറിയാവോ? കാലിൽ ആണി തറച്ചിട്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ചെറുവക്കൽ കൺവെൻഷനിൽ 26 കൊല്ലം ഉയർത്തിയത് ഒരൊറ്റ നാമമാണ്. വേറൊരു നാമം ഇവിടെ ഉയർത്തിയിട്ടില്ല. വേറൊരു നാമം ഉയർത്താനില്ല. വേറൊരു നാമം ഉയർത്തരുത്. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുകയില്ല. സകല നാമത്തിനും മേലായ നാമം, ആ നാമത്തെ ഉയർത്തിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? എന്ത് സംഭവിക്കുമെന്നറിയാവോ? എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. ഒരു മാഗ്നറ്റ് ഇവിടെ ഉയർത്തിപ്പിടിച്ചാൽ ഇവിടെ കിടക്കുന്ന സേഫ്റ്റി പിന്നും മൊട്ടുസൂചിയൊക്കെ ചാടിപ്പിടിക്കും. ആ മാഗ്നറ്റ് കനമുള്ളതാണെങ്കിലോ ഇവിടെ കിടക്കുന്ന ഇരുമ്പ് കസര ചാടിപ്പിടിക്കും. ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന ഈ നാമം ഇതുപോലെ പവർഫുൾ മാഗ്നറ്റ് ഇന്നു വരെ ലോകം കണ്ടിട്ടില്ല. അവനെ ഇവിടെ ഞങ്ങൾ ഉയർത്തുന്നു. അവന്റെ നാമത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. അനേകർ ആകർഷിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിലും ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. ഇങ്ങനെ മാഗ്നറ്റ് ഉയർത്തുമ്പോ സേഫ്റ്റി പിൻ പിടിച്ചു, മൊട്ടുസൂചി പിടിച്ചു, ആണി പിടിച്ചു, പൈസ പിടിച്ചു, പല സാധനം പിടിച്ചു. ഇങ്ങനെ പിടിച്ചു കിടക്കുമ്പോ സേഫ്റ്റി പിന്നെ തൂങ്ങിയാണ് മൊട്ടുസൂചി കിടക്കുന്നത്. മൊട്ടുസൂചി സേഫ്റ്റി പിന്നോണ്ട് പറയുക, എന്നെ പിടിച്ചോണേ. അപ്പൊ സേഫ്റ്റി പിന്നെ ഒരു ചെറിയ ഗമയായി. ആ, ഞാൻ പിടിച്ചിട്ടാ ഇവൻ നിൽക്കുന്നതല്ലേ. കഥ വല്ലവർക്കും അറിയാവോ? മുകളിൽ ഒരുത്തം പിടിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ ഇവരെല്ലാവരും കിടക്കുക. അതുകൊണ്ട് മോളിൽ പിടി വേണം. മോളിൽ നിന്ന് പിടിവിടാതെ സൂക്ഷിക്കണം. ഇടയ്ക്കുള്ള ആളുകളൊക്കെ ഒരു പരിധിയിലധികം ഒന്നും വേണ്ട നമുക്ക്. നിന്നെ ഇന്ന് വരെ പിടിച്ചതും നിന്നെ ഇന്ന് വരെ നിർത്തിയതും ആ ഒരൊറ്റ നാമമാണ്. അവനെ തന്നെ പിടിച്ചുകൊള്ളുക. അവന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടത് പരസ്യമായിട്ടാ. യേശു നമുക്ക് വേണ്ടി തുപ്പലേറ്റത് പരസ്യമായിട്ടാ. യേശു നമുക്ക് വേണ്ടി ഇരുമ്പാണിക്ക് കൈകാലുകൾ ഏൽപ്പിച്ചു കൊടുത്തത് പരസ്യമായിട്ടാ. യേശു നമുക്ക് വേണ്ടി അലറിക്കരഞ്ഞത് പരസ്യമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവനെ സേവിക്കേണ്ടത് പരസ്യമായിട്ടാണ്. അവനെ സാക്ഷിക്കേണ്ടത് പരസ്യമായിട്ടാണ്. അവനെ ഉയർത്തേണ്ടത് പരസ്യമായിട്ടാണ്. അതിനുവേണ്ടി ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചാലും സാരമില്ല, നിന്നേക്കാൾ അധികം ഉപദ്രവം അവൻ സഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ലോകം മുഴുവനും ഈ വചനം കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ പാപിയല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിച്ചോ? ഈ പ്രസംഗങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ യൂട്യൂബിൽ വന്നതുകൊണ്ട് ഒരുപാട് മനുഷ്യർ കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുന്നുണ്ട്. ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ പാപിയല്ലെന്ന് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ടോ? സകല മതവും നിങ്ങളോട് പറയുന്നു നിങ്ങൾ പാപിയാണെന്ന്. എങ്കിൽ ചോദ്യം, പാപത്തിന് പരിഹാരമുണ്ടോ? നിങ്ങൾ നടത്തുന്ന വഴിപാടുകളും യാഗങ്ങളും കർമ്മങ്ങളും നേർച്ചകളും തീർത്ഥാടനങ്ങളും നിങ്ങൾക്ക് പാപമോചനം തരുന്നുണ്ടോ? ഉറപ്പുണ്ടോ? പ്രാണൻ പോണതിനു മുമ്പ്, ജീവൻ പോണതിനു മുമ്പ് പാപമോചനം, രക്ഷാനിർണയം, മോക്ഷം പ്രാപിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ഒരു മതവും ഉറപ്പ് തരുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറയും, അത് കഴിഞ്ഞ് മറ്റൊന്നും കൂടെ ചെയ്യാൻ പറയും, മരിച്ചു കഴിഞ്ഞും ചെയ്യാൻ പറയും. നിങ്ങൾക്ക് മതങ്ങൾ പാപമോചനം ഉറപ്പ് തരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് സുവിശേഷം പാപമോചനം ഉറപ്പ് തരുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം വരുത്തേണ്ടതിന്
യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ക്രൂശിൽ നിങ്ങൾക്ക് പൂർണ്ണ പരിഹാരമുണ്ട്. അവൻ ഫുൾ പേയ്മെന്റും കൊടുത്തു തീർത്തു. അവൻ കുരിശിൽ വെച്ച് ഒടുവിൽ പറഞ്ഞ വാക്ക് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും കൊടുത്തു തീർത്തു. ഇന്ന് രാത്രിയിൽ ഒരു സുവിശേഷകൻ ലോകത്തോട് പറയുന്നു, ദേശത്തോട് പറയുന്നു, കൂടി വന്ന ജനത്തോട് പറയുന്നു, ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത് അവൻ പാപങ്ങൾ പരിഹരിച്ചത് കൊണ്ടാണ്. ഞാൻ യേശുവിനെ പാടുന്നത് അവനല്ലാതെ മറ്റാരും പാപിയെ തേടി വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അവനല്ലാതെ മറ്റാരും പാപിക്ക് വേണ്ടി മരിച്ചിട്ടില്ല. അവനല്ലാതെ മറ്റാരും പാപം സ്വന്തം ശരീരത്തിന്മേൽ വഹിച്ചിട്ടില്ല. അവനല്ലാതെ മറ്റാരും പാപിക്ക് പകരക്കാരനായി വന്നിട്ടില്ല. അവനല്ലാതെ മറ്റാരും പ്രായശ്ചിത്തയാഗമായി മരിച്ചിട്ടില്ല. അവനല്ലാതെ മറ്റാരും അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റിട്ടില്ല. അവനല്ലാതെ മറ്റാരും മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടില്ല. അവനല്ലാതെ മറ്റാരും കൂടിവരവിന്റെ നടുവിൽ നടകൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. Glory to Jesus. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുകളോടുകൂടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടെ ഇന്ന് രാത്രി ചെറുവക്കൽ കൺവെൻഷനിൽ മാത്രമല്ല, യൂട്യൂബിലൂടെയോ ടെലിവിഷനിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ വചനം കേൾക്കുന്ന നിന്റെ വീടിനടുത്ത് നിന്റെ ശ്വാസത്തിന് തുല്യം നിന്റെ സമീപത്ത് അവൻ നിൽക്കുന്നു. ഓ ഹല്ലേലൂയ! 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത മറ്റൊരുത്തരുമില്ല. അവൻ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഉണ്ടെങ്കിൽ അവനെ തൊടാൻ നിങ്ങൾക്ക് കഴിയും. അന്നൊരു സഹോദരി വിലക്കുകളെ ഭേദിച്ച് ഒരു നിയമലംഘനം പോലും നടത്തിക്കൊണ്ട് അവനെ തൊട്ടു. മതങ്ങളുടെ നിയമങ്ങളെ കടത്തിവെട്ടുന്ന ഒരു നിയമമാണ് യേശുവിന്റെ നിയമം. എല്ലാ നിയമങ്ങൾക്കും അപ്പുറമാണ് അവന്റെ സാന്നിധ്യത്തിന്റെ നിയമം. അവന്റെ സാന്നിധ്യത്തിന്റെ നിയമം ഇവിടെ എല്ലാ വിലക്കുകളെയും ഭേദിച്ചുകൊണ്ട് നിന്നെ തൊടുവാൻ, നിനക്ക് തൊടുവാൻ അവൻ ചെറുവക്കലിൽ നടക്കുന്നു. അന്നൊരു സ്ത്രീ തൊട്ടു. പെട്ടെന്ന് ഷോക്കടിക്കുന്ന പോലെ അവളിലേക്ക് ഒരു പവർ വ്യാപരിച്ചു. അവൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാത്രി അതിവിടെ നടക്കില്ലേ? ഇന്ന് രാത്രി അതിവിടെ നടക്കും. ഇന്ന് രാത്രി അതിവിടെ നടക്കും. തൊടുന്നവർക്കെല്ലാം അത് അറിയാൻ പറ്റും. വചനം ഏറ്റെടുക്കുന്നവർക്ക്, വചനത്തിന്റെ മുമ്പിൽ ആമേൻ പറയുന്നവർക്ക്, വചനം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുന്നവർക്ക്, വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഒരു ശക്തി തൊടുന്നത് അറിയാം. ഇന്ന് രാത്രി ആ ശക്തി നിന്നെ തൊടട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശരീരത്തിൽ ഇതിനു മുമ്പെങ്ങും നടക്കാത്ത ഒരു അനുഭവം ഇന്ന് രാത്രി ഇവിടെ നടക്കുമെന്ന് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ 8:30 ആകുന്നതിന് മുമ്പ് തന്നെ ചിലരുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. അത് തിരിച്ചറിയട്ടെ. അത് വിടുതലാണ്, അത് രോഗശാന്തിയാണ്, അത് മാനസാന്തരമാണ്, അത് കണ്ണു തുറക്കലാണ്. കരങ്ങളടിച്ച് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞങ്ങൾ അവനെ ഉയർത്തുന്നു. ഞങ്ങൾ അവന്റെ നാമത്തെ ഉയർത്തുന്നു. സകല നാമത്തിന് മേലായ ആ നാമത്തെ ഉയർത്തുന്നു. അവനെ ഉയർത്തിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവനെ ഉയർത്തിയവരെ അവനും ഉയർത്തിയിട്ടുണ്ട്. അതൊരു കോംപ്ലിമെന്റാ. ഉയരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവനെ ഉയർത്താൻ വേണ്ടിയാ ഉയർത്തിയത്. പക്ഷെ അവനെ ഉയർത്തിയവരെ എല്ലാം അവനും ഉയർത്തി. ഓ, ദൈവത്തിൻ്റെ വരും പദ്ധതി എത്ര മനോഹരമാണ്. ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുക ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ ആവശ്യകത
3-ാം അധ്യായം വരെ, 3:25 മുതൽ സുവിശേഷം 3-4 അധ്യായം സുവിശേഷമാണ്. ആമേൻ. എന്താ സുവിശേഷം? ക്രിസ്തുവിൻ്റെ കാൽവറി മരണം. റോമർ 3:25 വരെ ഞാൻ പറഞ്ഞു. 26 ഇവിടെ ഉറക്കെ വായിക്കും കേട്ടോ. 26 ഇവിടെ വായിക്കും. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താലത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് മതി. 25 മുതൽ ഒന്നോട് വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവനെ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഇപ്പോഴും സ്തോത്രം, നിർത്തിയിരിക്കുക. അങ്ങനെ ഒരു പ്രയോഗമാണ് അവിടെ. നിർത്തിയിരിക്കുന്നു. നിർത്തിയിരുന്നു എന്നല്ല, നിർത്തിയിരിക്കുന്നു. 2000 കൊല്ലമായിട്ട് നിർത്തിയിരിക്കുക. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം യേശു. ഹല്ലേലൂയ. നിർത്തിയിരിക്കുന്നു. ബാക്കി വായിച്ചേ. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ, ഒറ്റ മിനിറ്റ്, പുറമ ബ്രാക്കറ്റിൽ ദീർഘക്ഷമ. ദൈവം തന്റെ ദീർഘക്ഷമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ശിക്ഷിക്കാതെ വിട്ടുന്ന കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ ശിക്ഷിക്കാതെ വിടുക. എങ്ങനെ? യേശുവിനെ ശിക്ഷിച്ചതുകൊണ്ട്. സുവിശേഷം മനസ്സിലാക്കണം. സുവിശേഷം മനസ്സിലാക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം വിഷമിക്കും. എന്താ പറഞ്ഞത് എന്നോട് പറയാം. സുവിശേഷം മനസ്സിലാക്കണം. ദൈവം ചെയ്ത നന്മകൾ, ദാനങ്ങൾ, ഉപകാരങ്ങൾ, ഉയർച്ചകൾ, മാനങ്ങൾ, അംഗീകാരങ്ങൾ അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ സുവിശേഷം മനസ്സിലാക്കണം. സുവിശേഷം മനസ്സിലാക്കിയിട്ട് വേണം സ്തോത്രം ചെയ്യാൻ. സുവിശേഷം മനസ്സിലാക്കിയിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ് പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ഒന്നുകൂടെ വായിച്ചേ സാറേ. ദൈവം തന്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. എന്നെ ഒന്ന് കേൾക്കണേ. 2 സാധനം അവിടെ 2 പ്രാവശ്യം ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന പദം വന്നിട്ടുണ്ട്. നീതിയെ പ്രദർശിപ്പിച്ചു. എവിടെ? ക്രൂശിൽ. 2 പ്രാവശ്യം ഇപ്പൊ വായിച്ചു. ഇനിയും വീട്ടിൽ പോയി വായിച്ചോണം. നീതിയെ പ്രദർശിപ്പിച്ചു. ദൈവദാസനെ 5:8 വായിച്ചേ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇതാ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. ഇവിടെയും ആ വാക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ 2 പ്രധാന പ്രദർശനം നടന്നു. പ്രദർശനം 2 പ്രദർശനം ക്രൂശിൽ നടന്നു. കുരിശിൽ നിങ്ങൾ എന്ത് കണ്ടു? ആണി കണ്ടു, തടി കണ്ടു, വെള്ളം ചോദിക്കുന്ന കണ്ടു, കള്ളന്മാരെ കണ്ടു, നിന്ദിക്കുന്ന കണ്ടു. എന്നാൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ദൈവത്തിൻ്റെ നീതി അതിനകത്തുണ്ട്. നീതി വരച്ചിരിക്കുക. ദൈവം നീതിമാനാണേ. ദൈവം നീതി വിട്ട് ഒന്നും ചെയ്യത്തില്ലേ. ദൈവം നീതിമാനാ. നീതി അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. അവൻ്റെ നീതിയെ അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നു കാൽവറിയിൽ. അതെങ്ങനെയാ പാസ്റ്ററെ? പറയാം. രണ്ടാമത് ഒരു സാധനം കൂടെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പത്തേണ്ട ഈ പന്തലിൻ്റെ ഏറെക്കുറെ ബാക്ക് സൈഡിൽ ഒരു വാക്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനെ നിൽക്കാൻ ശ്രമിക്കുക. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നവർക്കേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഇത് ഉപദേശിമാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ പ്രസംഗിക്കാൻ വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു ദൂതാണ് എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആർക്കും ഇത് കാണാൻ മേലെ, നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുക. അത് ഇത്ര ദൂരം നിന്നാ കാണാം. എന്നെ ഒന്ന് കേൾക്കണം. ഞാൻ ഉദാഹരണം പറയുന്നത്,
ഇത്രയും ദൂരം നിന്നാൽ അത് കാണാം. അതിന് പറ്റിയ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, അതിന് പറ്റിയ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രദർശിപ്പിക്കുന്ന ആളുടെ ലക്ഷ്യം കാണേണ്ടവർ കാണണം എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ കുരിശിൽ 2000 കൊല്ലം മുമ്പ് 2 കാര്യം പ്രദർശിപ്പിച്ചു. അത് കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കാണാത്തവർക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കാനാണ് ഇന്ന് രാത്രി ഞാൻ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്നത്. എന്താ കുരിശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നേ? 1, ദൈവത്തിന്റെ നീതി. 2, ദൈവത്തിന്റെ സ്നേഹം. എങ്ങനെ നിങ്ങളെ മനസ്സിലാക്കി തരും? എങ്ങനെ നിങ്ങളെ മനസ്സിലാക്കി തരും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ജഡ്ജി ഒരു ഭാവന കഥയാ. ഒരു ജഡ്ജി, അങ്ങനെ പറ്റി എല്ലാവർക്കും അറിയാം. വിട്ടുവീഴ്ചയില്ല, കൈക്കൂലിയില്ല, മുഖപക്ഷയില്ല. നിയമത്തിന്റെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു ജഡ്ജി. പുള്ളി ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് പ്രതിയോട് ചോദ്യം ചോദിക്കേണ്ട സമയം വന്നു. ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ച കേസാ. പ്രതിയുടെ മുഖത്തോട് ചോദ്യം ചോദിക്കാൻ നോക്കുമ്പോൾ ജഡ്ജിയുടെ ശ്വാസം നിന്നുപോയി. അയാളുടെ മോന കുറെ കാലം മുമ്പ് നാട് വിട്ടു പോയതാ. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ജഡ്ജിയുടെ മകനാ കൂട്ടി നിൽക്കുന്നത്. ചോദ്യം ചോദിക്കാൻ മേലാതെ വിറച്ച അയാൾ മുഴുവൻ ശക്തിയും വീണ്ടെടുത്തിട്ട് ചോദ്യം ചോദിച്ചു. അവൻ തെറ്റ് സമ്മതിച്ചു. അവനെ ശിക്ഷിക്കണോ വേണ്ടയോ? ഇവിടെ 2 വികാരങ്ങൾ അയാളുടെ അകത്ത് മെതിക്കുക, യുദ്ധം ചെയ്യുക. 1 നീതി, 2 സ്നേഹം. അയാൾക്ക് ഈ മകനെ ഉപദ്രവിക്കാൻ പറ്റില്ല. അയാൾക്ക് നീതിയെ ഉപദ്രവിക്കാൻ പറ്റില്ല. അയാളിവിടെ മുഖപക്ഷം കാണിച്ചാൽ നീതി ക്രൂശിക്കപ്പെടും. അയാളിവിടെ സ്നേഹം കാണിച്ചാൽ മകൻ ക്രൂശിക്കപ്പെടും. അതിനയാൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? അയാൾ അവനെ വിട്ടുവീഴ്ച കൂടാതെ ഒരു വലിയ തുക ശിക്ഷ വിധിച്ചു. ആ തുക അയാളുടെ വസ്തു വിറ്റ് അയാൾ അടച്ചു. അപ്പോൾ അയാൾ നീതി നടത്തി, സ്നേഹവും നടത്തി. ഇത് 2 ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മാനവ കുടുംബം പാപത്താൽ പിടിക്കപ്പെട്ട് കൂട്ടി നിൽക്കുക, കോടതി നിൽക്കുക. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാനായ ദൈവം നോക്കിയിട്ട് പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണം. വിട്ടുവീഴ്ചയില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപം നിമിത്തം അയച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നിങ്ങൾ എന്നെ കേൾക്കണം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. യെശയ്യാവ് 53:10 അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. യേശുവിനെ തകർത്തത് പിതാവായ ദൈവമാണ്. യേശുവിനെ അടിച്ചത്, എനിക്ക് പറയാൻ ഭയമാണ് ആ വാക്ക്. ഞാൻ ബൈബിളിലെ വാക്യം പറയാം. അവന് കഷ്ടം വരുത്തി. അപ്പനാ മോന് കഷ്ടം വരുത്തിയത്. യൂദായെ കുറ്റം പറയരുത്, പീലാത്തോസിനെ കുറ്റം പറയരുത്. കഷ്ടം വരുത്തിയത് പിതാവായ ദൈവമാ.
നിന്നെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടാ സഹോദരി, നിന്നെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടാ, നിന്നെ ഓർത്തിട്ടാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ദൈവത്തിന്റെ നീതിയാണ് അടി. അവന്റെ ഉടുപ്പ് ഉരിയിട്ട് അവനെ കെട്ടി നിർത്തിയിട്ട് പുറത്തടിച്ചത് ചമ്മട്ടി കൊണ്ടാ. ദൈവദാസന്മാർ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എനിക്കത് പ്രസംഗിക്കാൻ കഴിവില്ല, അത്ര ക്രൂരമായിരുന്ന അടി. ഞാനിങ്ങനെ കേട്ടു. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയ്ക്കകത്ത് യേശുവായിട്ട് അഭിനയിച്ച പുള്ളി അടി കൊള്ളണമല്ലോ, ഒരടി അറിയാതെ കൊണ്ടു, ബാക്കിയെല്ലാം അഭിനയിക്കുക. ഒരെണ്ണം കൊണ്ടിട്ട് അയാൾ ബോധം കെട്ട് വീണു. 3 മാസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞാ പിന്നെ അഭിനയിച്ചതെന്ന് ഞാൻ കേട്ടു. ഞാൻ അറിവുള്ളവരോട് ചോദിച്ചപ്പോൾ കറക്റ്റാന്ന് പറഞ്ഞു. യേശു അഭിനയിക്കല്ലായിരുന്നു, മുഴുവൻ അടി അവൻ കൊണ്ടു. എന്റെ ചോദ്യം പിതാവായ ദൈവം എന്നെ എടുക്കുക. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ പുത്രനെ അടിക്കുന്നത് അവിടെ നിർത്തും. ഒരൊറ്റ ഇടി വെട്ടിച്ചാൽ അടിക്കാൻ വന്നവൻ തലയിറങ്ങി താഴെ വീഴും. യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടപ്പോൾ അപ്പൻ മോളിൽ നിന്ന് പറഞ്ഞു, ഇവൻ എന്റെ മകനാ. മറുരൂപമലയിൽ അവൻ നിന്നുകൊണ്ട് പറഞ്ഞു, ഇവൻ എന്റെ മകനാ. എന്നാൽ ഗത്സമനയിൽ പീലാത്തോസിന്റെ മുമ്പിൽ അടികൊള്ളുമ്പോൾ അപ്പൻ എവിടെ? അപ്പൻ എവിടെ? യഹോവ സാക്ഷികൾ ചോദിക്കും, ദൈവം ക്രൂരനല്ലേ മനുഷ്യനെ നരകത്തിൽ വിടുന്നത്? യഹോവ സാക്ഷി മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഇടയിലും ചോദിച്ചു തുടങ്ങി. കുറെ മിടുക്കന്മാർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഈ കമ്പ്യൂട്ടറല്ല കളി. ആരും പരസ്യത്തിനൊന്നും വരികയില്ല, കവലയിലൊന്നും വരികയില്ല, കമ്പ്യൂട്ടറിൽ കൂടിയാ പരിപാടി. ദൈവം ക്രൂരനാണോ? അതെ, സംശയിക്കണ്ട. എന്നോട് നിങ്ങളെ സമയം പോകും, അതാ ഒരു പ്രശ്നം. ഉദാഹരണം പറയാം. എന്നെ നിങ്ങൾ തല്ലിക്കോ, ഞാൻ കൊള്ളാം. പക്ഷെ എന്റെ കൊച്ചിനെ തല്ലിയാൽ എന്റെ സ്വഭാവം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ പാസ്റ്റർ? അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആ, എന്നെ പിടിച്ച് തല്ലിക്കോ, ഞാൻ കൊണ്ടേക്കാം. പക്ഷെ എന്റെ കൊച്ചിനെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. കുറഞ്ഞ പക്ഷം ഞാൻ ഓടിച്ചത് അവനെ കെട്ടിപ്പിടിക്കും. സ്വർഗത്തിലൊരു അപ്പൻ, ഇത്ര ക്രൂരനായ ഒരു അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് നാലറിക്കറിഞ്ഞപ്പോൾ അപ്പന് ചെവി കേൾക്കാൻ മേലേ. പുത്രന്റെ നിലവിളി കേട്ടില്ല, നിന്റെ നിലവിളി കേൾക്കാൻ വേണ്ടിട്ടാ. നീ നിന്റെ കിടക്കമുറിയിൽ കട്ടിലിന്റെ താഴെ മുട്ടുകുത്തി അപ്പാന്ന് വിളിച്ചാൽ അപ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവമുഖം നിനക്കുണ്ട്. ഒന്ന് വാ തുറന്നേ. അതെ അതെ, ഈ ദൈവം ക്രൂരനാ. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ നീതിയുണ്ട്. നീതി വിട്ടൊന്നും അവൻ ചെയ്യത്തില്ല. നീതി വിട്ടൊന്നും ചെയ്യത്തില്ല. മകൻ, സ്വന്തം മകൻ, ഹല്ലേലൂയ, സ്നാനക്കുളത്തിൽ വെച്ച് പറഞ്ഞത് ഇവൻ എന്റെ അപ്രിയപുത്രനാ. ആ പ്രിയപുത്രനല്ലേ കുരിശേ കിടന്ന് കരയുന്നേ? എന്നാ മിണ്ടാത്ത? നിന്നെ രക്ഷിക്കാൻ നിന്റെ പാപത്തിന്റെ ശിക്ഷ ഒടുവിലത്തെ കാശും കൂടെ കൊടുത്തു തീർക്കാൻ അവനെ അടിച്ചു, അവനെ തകർത്തുകളവാൻ ഇഷ്ടം തോന്നി. സുവിശേഷത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും പവർഫുൾ മാനായി മാറും. ഹല്ലേലൂയ. 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 അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഈ അടികളെല്ലാം അടിക്കുമ്പോ പിതാവ് മിണ്ടിയില്ലല്ലോ. എങ്ങനെ അത്രയും സമയം? സൂര്യൻ ഇരുണ്ടുപോയി. ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്നത്, സൂര്യൻ ഇത് കാണാൻ മേലാഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു.
പുത്രനെ കരയിപ്പിക്കുന്നത് കണ്ടിട്ട് സൂര്യൻ പ്രപഞ്ചത്തിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. തന്റെ പുത്രനെ തല്ലി തകർത്തത് നിന്നെ രക്ഷിക്കാനാ. എന്തൊരടിയായിരുന്നത്. യെശയ്യാവ് 53:10 ഒന്ന് ഉറക്കെ വായിച്ചേ. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ആ അടി കൊള്ളുമ്പോൾ, ആ ഇരുമ്പാണിയിൽ തൂങ്ങുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ അത് അനുവദിച്ചപ്പോൾ യേശു വേറൊരു കാര്യം കണ്ടു. സന്തതിയെ കണ്ടു. ആ സന്തതിയാണ് ഇവിടെ ഇരിക്കുന്ന നീയും ഞാനും. ആ സന്തതിയാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നീയും. അവൻ ആ വേദന മുഴുവൻ സഹിച്ചത് നിന്നെ കണ്ടിട്ടാണ്. സ്തോത്രം, 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 സ്തോത്രം. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അതികഠിനമായ വേദനയല്ലേ? പക്ഷേ കുഞ്ഞിനെ കാണുമ്പോൾ അവൾ ദുഃഖം മറക്കുകയല്ലേ? അവൻ സന്തതിയെ കണ്ടു. ചെറുവക്കലിൽ നീ ഇരുന്ന് തുള്ളിച്ചാടുന്നത് അവൻ അന്ന് അവിടെ വെച്ച് കണ്ടു. നീ സുവിശേഷവും ഏന്തിക്കൊണ്ട് ഗ്രാമങ്ങളിലേക്ക് പോകുന്നത് അന്ന് അവൻ അവിടെ വെച്ച് കണ്ടു. അവൻ സന്തതിയെ കണ്ടു. നിന്നെ അവൻ കണ്ടു സഹോദര, നിന്നെ അവൻ കാൽവറിയിൽ വെച്ച് കണ്ടു. അതുകൊണ്ടാണ് അവൻ ആ വേദനയെല്ലാം സഹിച്ചത്. അവനെ തകർത്ത് കാണുവാൻ ഇഷ്ടം തോന്നി. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ഒരുമിച്ച് വെളിപ്പെടുന്നു കാൽവറിയിൽ. ഇത് തിരിച്ചറിയുമ്പോഴാ സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങുന്നത്. ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് നന്ദി പ്രകടന. സ്തോത്രം. ആമേ. എനിക്ക് ദൈവം ചെയ്തതിന് ഞാൻ എന്നെ ഇനിയും ചെയ്യണ്ട. ദൈവത്തിനൊന്നും ചെയ്യണ്ട. 10 പേരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഇറങ്ങാമെങ്കിൽ ആരോടും ഒരു പരാതി ഉണ്ടാവില്ല. കാരണം എനിക്ക് ഒരു മനുഷ്യരോടും കടപ്പാടില്ല. എന്തെങ്കിലുമൊക്കെ സ്നേഹിതരുണ്ടെന്നല്ലാതെ എനിക്കൊരു പരാതിയുമില്ല. കർത്താവാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ. ഹല്ലേലൂയ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ,
അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എൻ്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ്റെ ആവശ്യം നിറവേറ്റിയതിനാലും അല്ല, എൻ്റെ രോഗം മാറ്റിയതിനുമല്ല, എനിക്കായി മരിച്ചതിനാണ്. സുവിശേഷം മനസ്സിലാക്കിയിട്ട് ഒരു സ്തോത്രം പറഞ്ഞാലുണ്ടല്ലോ, അത് ഭയങ്കര എഫക്റ്റ്. ഗോസ്പൽ ഈസ് ദ പവർ ഓഫ് ഗോഡ്. ക്രൂശിൻ്റെ വചനം അത് ദൈവശക്തിയാണ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. അതിനകത്ത് ദൈവശക്തി ഉണ്ട്. ഇന്നിവിടെ ക്രൂശിൻ്റെ വചനം ഞാൻ പറയുകയാണ്, അത് മാത്രമേ പറയുന്നുള്ളൂ. ആമേൻ. രണ്ട് കാര്യം പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് നീതി, രണ്ട് സ്നേഹം. എന്നോടുള്ള സ്നേഹം നിമിത്തം ശിക്ഷ മുഴുവനും യേശുവിന് കൊടുത്തു. അവനത് മുഴുവൻ സഹിച്ചു. ഹല്ലേലൂയ. അവനത് മുഴുവൻ സഹിച്ചു. അവനോട് വിളിച്ചു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവയേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ പന്തലിലോ പുറത്തോ ദൂരെയോ വിവിധ രാജ്യങ്ങളിലോ കേൾക്കുന്ന സഹോദര, നീ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യേശുവേ, നിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു എന്നിന്ന് രാത്രി ഒന്ന് പറ. ഈ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ പറ. വിശ്വാസികളുടെ മക്കളോട് ഞാനൊന്ന് പറയുക, നീ ഒന്ന് ക്രൂശിലുള്ളൊന്ന് നോക്കെൻ്റെ പൊന്ന് സഹോദര. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കും. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കും. അങ്ങേക്ക് വേദന വരുത്തുന്ന ഒരു കാര്യം ഞാൻ ഇനി ചെയ്യത്തില്ല. ഞാൻ എൻ്റെ പാപവഴികളോട് വിട പറയുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൽ പൈതലാ ജീവിക്കും ഞാനിനി. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി
ജീവിക്കും നിങ്ങൾക്ക് കഴിയട്ടെ. അവന്റെ തുളയ്ക്കപ്പെട്ട കൈകളിലേക്ക് നോക്കുവാൻ ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. അവന്റെ പിളർന്ന മാർവിടത്തിലേക്ക് നോക്കുവാൻ ഇന്ന് രാത്രി നിന്റെ അകക്കണ്ണ് തുറക്കട്ടെ. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരെ കാണാൻ അടച്ചിട്ട മുറിക്കകത്ത് ചെന്നപ്പോ അവരെ എന്താ കാണിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവോ? തുളയ്ക്കപ്പെട്ട കൈകളും കുന്തം കൊണ്ട് കുത്തിയ മുറിപ്പാടും. അവൻ അതേ കാണിക്കാനുള്ളൂ. അവന്റെ അവാർഡുകളൊന്നും അവൻ കാണിച്ചില്ല. അവന്റെ വേറൊന്നും കാണിച്ചില്ല. മുറിവ് പലപ്പോഴും നമ്മൾ കാണിക്കല, പൊതിഞ്ഞു കെട്ടി വെക്കും. കാരണം മുറിവുകൾ വേറൊരാൾക്ക് കണ്ട സുഖമല്ല. യേശുവിന് കാണിക്കാൻ അതേ ഉള്ളൂ. യേശുവിന് കാണിക്കാൻ അതേ ഉള്ളൂ. ഇന്ന് രാത്രി നിന്നെ അവൻ അതാ കാണിക്കുന്നേ. അത് നിന്റെ രോഗത്തിന് സൗഖ്യമാണ്. അത് നിന്റെ ബന്ധനങ്ങൾക്ക് വിടുതലാണ്. അത് നിന്റെ ഭാരങ്ങളെ ഇറക്കുന്നതാണ്. അത് നിന്റെ കെട്ടുകൾ അഴിക്കുന്നതാണ്. അത് നിന്റെ നിരാശയെ മാറ്റുന്നതാണ്. അകക്കണ്ണ് തുറന്ന് തുളയ്ക്കപ്പെട്ട മാർവിടത്തിലേക്ക് ഇന്ന് രാത്രി നോക്കൂ. ഹല്ലേലൂയ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മഹസ്നേഹത്താൽ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മഹസ്നേഹത്താൽ. ആമേൻ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മഹസ്നേഹത്താൽ. യേശു എൻ സങ്കേതം എന്നിത്യം പറയുമേ. ആശ്രയം തന്നാമം ആ നാമം സുസ്ഥിരമേ. യേശു എൻ സങ്കേതം എന്നിത്യം പറയുമേ. ആശ്രയം തന്നാമം ആ നാമം സുസ്ഥിരമേ. ഓ പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മഹസ്നേഹത്താൽ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മഹസ്നേഹത്താൽ. ലോകത്തിന് ആശ്രയമൊന്നും ശാശ്വതമല്ലയാ. ശോകം കൊടുങ്കാറ്റിലൂടെ ഓടിമറയുന്നു ഞാൻ. ലോകത്തിന് ആശ്രയമൊന്നും ശാശ്വതമല്ലയാ. ശോകക്കോടും കാട്ടിലൂടെ ഓടിമറയുന്നു ഞാൻ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനങ്ങു ചേരും. അതത്ര ഭാഗ്യമേ. ഓ ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനങ്ങു ചേരും. അതത്ര ഭാഗ്യമേ. ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനങ്ങു ചേരും. അതത്ര ഭാഗ്യമേ. അവേ ദൂരെ ദൂരെ കാണും നിത്യഭവനത്തെ വേഗം ഞാനങ്ങു ചേരും. അതത്ര ഭാഗ്യമേ. യേശു എൻ സങ്കേതം നിത്യം പറയുമേ. ആശ്രയം തന്നാമം സുസ്ഥിരമേ. യേശു എൻ സങ്കേതം എന്നിത്യം പറയുമേ. ആശ്രയം
പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാ വളർന്നു ഞാൻ ദൈവ പൈതൽ ജന്മസ്നേഹത്താ. ഓ പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാ വളർന്നു ഞാൻ ദൈവ പൈതൽ ജന്മസ്നേഹത്താ. ആമേൻ. പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാ വളർന്നു ഞാൻ ദൈവ പൈതൽ ജന്മസ്നേഹത്താ. എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ദൂതാ പറയാൻ പോണേ. ഉയർത്തെഴുന്നേറ്റ് യേശു അകത്തുനിന്ന് ലോക്കിട്ടിരിക്കുന്ന മുറിക്കകത്ത് ലോക്ക് തുറക്കാതെ വന്നോ? ഉറക്കെ പറ, വന്നു. അങ്ങനെയാണെങ്കിൽ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ഇറങ്ങാൻ മേലേ? ഇറങ്ങാം. പീലാത്തോസിന്റെ അരമനയ്ക്കകത്ത് ഇറങ്ങാൻ മേലേ? ഇറങ്ങാം. എന്നിട്ട് തന്നെ ഇറങ്ങാഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഹേരോദാവിനോട് ചോദിക്കുക, ഈ മുഖം ഓർമ്മയുണ്ടോ? അല്ലൊന്നും ഭാവന കണ്ടേ? ആ കിടുങ്ങി പോകുകയല്ലേ? എന്നാ ചെയ്യാഞ്ഞ്? അതിനകത്തൊരു മർമ്മമുണ്ട്. മടങ്ങി വരുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാ. ഉയർത്തെഴുന്നേറ്റ് യേശു മടങ്ങി വരുന്നത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാ. അടച്ച വാതിലിനകത്ത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിൽ വേദനപ്പെട്ടിരിക്കുന്ന നിനക്ക് വേണ്ടി. അടുത്തത് പ്രത്യക്ഷപ്പെട്ടേച്ച് സ്വർഗത്തിൽ കിട്ടാൻ വേണം ട്രോഫി ഒന്നും അല്ല കാണിച്ച്. നമ്മുടെ പള്ളി മുഴുവൻ ട്രോഫി കൊണ്ട് നിറഞ്ഞിരിക്കുക ഇപ്പൊ അങ്ങനെ ഒരു കാലമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുമ്പുരാൻ ആ മുറിയിലോട്ട് ഇറങ്ങി വന്നേച്ച് സ്വർഗത്തിൽ കിട്ടാൻ പോകണം പൊൻകിരീടം ഒന്നും അല്ല കാണിച്ചത്, മുറിവാ കാണിച്ച്. കാണിക്കാൻ കൊള്ളുകയല്ല അതൊന്നും. അതാ കാണിച്ചത്. അതാ കാണേണ്ടത്. നീ അതാ ഇന്ന് രാത്രി കാണേണ്ടത്. അതിനകത്താ പവർ, അതിനകത്താ സൗഖ്യം, അതിനകത്താ സൗഖ്യം, അതിനകത്താ സൗഖ്യം, അതിനകത്താ സൗഖ്യം. തീർന്നില്ല. അന്ന് ഒരാൾ വന്നില്ലായിരുന്നു, ആബ്സെന്റ് ആയിരുന്നു. പേരെന്നാ? തോമസ്. ഇടയ്ക്കിടയ്ക്ക് സഭായം മുടക്കുന്നവരിൽ ഒരാള്. എന്നാ വരാഞ്ഞ? ഓ വന്നില്ലെന്നേ ഉള്ളൂ. എന്നാ വരാഞ്ഞ? ഇല്ല, വേറൊന്നുമില്ല, ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ടിരുന്നതാ. പല കാരണങ്ങളാണ് പറയുന്നത്, വന്നില്ല. സ്വത്രം. പക്ഷെ വന്നവരെല്ലാം അവനെ കണ്ടു. അവർ ചെന്ന് പറഞ്ഞു, അന്ന് തന്നെ മിസ് കോൾ അടിച്ചു. എടാ യേശു വന്ന് ഞങ്ങൾ കേട്ടു. പിന്നെ 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 നിങ്ങളിതൊക്കെ എത്ര നാളായി ഇങ്ങനെ പറയുന്നു? ഞാൻ വിശ്വസിക്കുകയില്ല. എനിക്ക് കാണണം, കണ്ടാൽ പോരെ, എനിക്ക് തൊടണം, മുറിവിനകത്ത് വിരലിടണം. പിറ്റേ ആഴ്ച വീണ്ടും വന്നു. വന്ന വഴി തോമസിനെ പിടിച്ചു. തോമസ് എഴുന്നേറ്റ് വന്നേ. അപ്പോഴേ തോമസ് മനസ്സിലായി ഇവർ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും, പിന്നാറിപ്പോയാൽ പിന്നെ തെറ്റിദ്ധാരണ. ആ മൊത്തം തെറ്റിദ്ധാരണ. ആ പാട്ട് പാടാൻ കാര്യം തന്നെ അതെന്നെ ഉദ്ദേശിച്ചല്ലേ? ആ വാക്യം വായിച്ചത് അത് മനപ്പൂർവ്വം എന്നെ ഉദ്ദേശിച്ചാ. ഇന്ന് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം തരാഞ്ഞ് ഇതെല്ലാം ഇവിടെ കുറെ നാളായി തുടങ്ങിയിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുക. നീ ദൈവത്തിൽ നിന്നതാ കാരണം, വേറൊന്നുമല്ല. ദൈവത്തിൽ നിന്നകന്നവർക്ക് മൊത്തം തെറ്റിദ്ധാരണ. അവരിങ്ങനെ നോക്കുക എവിടെയാ ഒരു തെറ്റിദ്ധാരണ ഉള്ളത്. തോമസ് എഴുന്നേറ്റ് വാ, നിന്റെ അവിശ്വാസം മാറട്ടെ, തൊട്ട് നോക്ക്. എനിക്കിനിയും വേദന എടുത്താലും കുഴപ്പമില്ല, നീ അവിശ്വാസിയാകരുത്. വിശ്വാസിയെ കാണിക്കാനും ക്രൂശ്, മുറിവ്, പിന്മാറ്റക്കാരനെ കാണിക്കാനും മുറിവ്. ഓക്കെ, അത് കഴിഞ്ഞാലോ? എബ്രായർ 12:2, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ മുറിവേറ്റവനെ ധ്യാനിച്ചുകൊള്ളുക. ക്രൂശിൻ്റെ ധ്യാനത്തോളം ശക്തിയുള്ളതൊന്നുമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സ്റ്റോറി, ഒരു ഉദാഹരണമൊക്കെ പറയുന്നത്, ഉദാഹരണമല്ല പ്രസംഗം. ഉദാഹരണം എടുത്ത് മിസ്യൂസ് ചെയ്യണ്ട, മെസ്സേജ് കേൾക്കണം കേട്ടോ, മെസ്സേജ് കേൾക്കണേ. ഒരു മനുഷ്യൻ ആശുപത്രിയിൽ
തൻ്റെ കുഞ്ഞിൻ്റെ അസുഖമായിട്ട് പോയി. കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടായി, മനസ്സ് തകർന്നിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം തപ്പിയപ്പം ആ മിഷൻ ഹോസ്പിറ്റലായതുകൊണ്ട് ഒരു പ്രെയർ ഹോളുണ്ട്. പ്രെയർ ഹോളിൽ ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ക്രിസ്ത്യനല്ല. അവിടെ ചെന്ന് എല്ലാവരും ഇരിക്കുന്ന പോലെ ഇരുന്നു. നോക്കുമ്പോൾ എല്ലാവരും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും കുരിശ് വരയ്ക്കുകയൊക്കെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ നോക്കിയപ്പോൾ ഒരു കുരിശിത രൂപമുണ്ട്, മുൾക്കിരീടവും എല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത രൂപം. ഈ മനുഷ്യൻ പറയുക, ഇങ്ങേരെ കണ്ടിട്ട് എന്നേക്കാൾ കഷ്ടത്തിലാണ്. എൻ്റെ പ്രയാസം ഇങ്ങേരോട് എന്നാ പറയാൻ എന്ന് മനസ്സിൽ പറഞ്ഞു. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വേറൊരു ബോധം വന്നു. എന്നേക്കാൾ വിഷമിച്ച് ഒരാളോട് എൻ്റെ വിഷമം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവൂലേ? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നടക്കുള്ളൂ. ഇന്ന് ഈ കൺവെൻഷനിലിരിക്കുന്ന ദൂരെ ഇരിക്കുന്ന മുഴുവൻ പേരോടും പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വേദന ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒറ്റയാളേ ഉള്ളൂ, അത് കർത്താവായ യേശു. നിന്റെ സങ്കടം അതിൻ്റെ ഉള്ള തൂക്കത്തിൽ മനസ്സിലാക്കുന്ന ഒറ്റയാളേ ഉള്ളൂ, കർത്താവായ യേശു. നീതിയും സ്നേഹവും പ്രദർശിപ്പിച്ചു. ഓക്കെ, അപ്പം ഞാൻ സുവിശേഷത്തിൻ്റെ ആവശ്യകത പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. ഇനി ക്രിസ്തീയ ജീവിതം പറയാൻ പോവുക. ക്രിസ്തീയ ജീവിതം എന്താ? റോമർ 8:14, ദൈവാത്മാവ് നടത്തുന്നവരത്രേ. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ആമേൻ. അപ്പം ഇങ്ങനെ ക്രൂശിൽ കൂടെ രക്ഷ പ്രാപിച്ചവരെ നടത്താൻ ഒരാളുണ്ട്. ആളുടെ പേരുറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. ഇച്ചിരി ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എങ്ങനെ നടത്തും? എങ്ങോട്ട് നടത്തും? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം പെട്ടെന്ന് വായിക്കാം. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. അത് ലോകത്തിന്റെ കാര്യമാണേ. ഇനി നമ്മുടെ കാര്യം വായിച്ചോ. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു ക്ലാസ്. അത് ഒറ്റവാക്കി പറയാം. ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഡോക്ട്രിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ പഠിപ്പിച്ച് ശരിയാക്കാൻ പറ്റത്തില്ല. ഏറ്റവും മികച്ച ടീച്ചർ പറയുകയാണ്, എൻ്റെ ലെസൺ തീർന്നില്ല, പക്ഷെ ഞാനിപ്പം നിർത്തുക. എന്നാ കാര്യം? നിങ്ങൾക്കിപ്പം വഹിക്കാൻ കഴിവില്ല. അപ്പം ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ പഠിപ്പിച്ച് ശരിയാക്കാൻ പറ്റൂല. പിന്നെ എന്നാ? അത് പ്രാക്ടീസ് ചെയ്യാനൊരു പവർ വേണം. ആട്ടിൻകുട്ടിക്ക് ട്രെയിനിങ് കൊടുത്താൽ കുതിരയുടെ ഒപ്പം ഓടുമോ? ഓടുകയില്ല. പക്ഷെ ആടിനെ കുതിരയാക്കുന്ന ഒരു പ്രോഗ്രാം ബൈബിളിലുണ്ട്, വായിച്ചിട്ടുണ്ടോ? സക്കറിയ പ്രവചനത്തിലുണ്ട്. ആടിനെ കുതിരയാക്കുന്നൊരു വാക്യം ബൈബിളിൽ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ പടക്കുതിരയെ പോലെയാവും. നീണ്ട കാര്യമാണ്, ഒന്നുകൂടെ പറയാം. എനിക്കിനി നിങ്ങളോട് വളരെ പറയാനുണ്ട്. എന്തോ പറയാനുള്ളേ? ക്രിസ്തീയ ജീവിത പ്രമാണം അത് പഠിപ്പിക്കാൻ ഇപ്പം നിർത്തുക. എന്നാ കാര്യം? നിങ്ങൾക്കിപ്പം വഹിക്കാൻ കഴിവില്ല. എന്താ വഹിക്കാൻ കഴിയാത്ത? ക്രിസ്തീയ പ്രമാണം മറ്റ് പ്രമാണം പോലെ അല്ല. ഓയ്യോ, ഒറ്റ എണ്ണം പറഞ്ഞാൽ മതിയല്ലോ. ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കട്ടെ? അവൻ പോണ വഴി വണ്ടി, അതാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല. അപ്പം അതിന് നമുക്ക് ഈ ഹൃദയം പതിയോ? അതാ പറഞ്ഞ് പറ്റത്തില്ലെന്ന്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുവാ?
പോട വഴി വണ്ടി പറയണേന്ന്. അയ്യോ, അതല്ല. അവൻ അറിയാതെയാണല്ലോ ദൈവമേ ചെയ്തത്. അവന് മാറ്റം കൊടുക്കണേന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഈ ബ്ലഡേ മാറണം. അതുകൊണ്ടാണ് പറഞ്ഞ് പറ്റത്തില്ലെന്ന്. യേശു അതല്ലേ ചെയ്ത കുരിശ് വെച്ച്. ഇവർ ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കണമേ. തിരിച്ചൊന്ന് ചോദിച്ച്, ഇവരറിയാഞ്ഞിട്ടാണോ? അതൊക്കെ കർത്താവിനറിയാം. പക്ഷെ കർത്താവ് പ്രാർത്ഥിക്കുക, അവരറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ ചെയ്യത്തില്ല. താങ്ക് യു ജീസസ്. സ്തേഫാനോസ് കല്ലേറ് കൊള്ളുമ്പോൾ എന്നാ പറഞ്ഞേ? ഇവരോട് ക്ഷമിക്കണമേ, ഇത് നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് യേശു പറയുക. പിന്നെ എന്നാ മാർഗം? ആ വായിച്ചടത്തുനിന്ന് വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഓ, എന്തൊരു വാക്യമാണ്! ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ക്രിസ്തീയ ഉപദേശം പഠിപ്പിക്കുകയല്ല, പ്രാക്ടിക്കലാക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ യേശു ഉദ്ദേശിച്ച വഴിയിൽ, യേശു ആഗ്രഹിച്ച റൂട്ടിൽ, ലക്ഷ്യത്തിൽ നിന്നെ നടത്താൻ മാത്രം വന്നവനാ തൃത്വത്തിൽ മൂന്നാമൻ. അങ്ങനെയാണെങ്കിൽ അവനാൽ നടത്തപ്പെടാൻ എന്നാ ചെയ്യണം? ഒന്ന്, അവനെ പ്രാപിക്കണം. 2, ആ നിറവിൽ ഓരോ ദിവസവും ജീവിക്കണം. ദേഹം, ദേഹി, ആത്മാവ് കംപ്ലീറ്റ് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാവണം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടണം. അപ്പോൾ മാത്രമേ യഥാർത്ഥ വിശുദ്ധ ജീവിതം നയിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരാ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നേ. ഒരു വലിയ വിഷയത്തിലോട്ട് കൊണ്ടുവരുന്ന നിർത്തുകയാണേ. ഇസഹാക്കിൻ്റെ മണവാട്ടിയെ കൊണ്ടുവരുന്നത് എലയാസറ. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ നടത്തുന്നത്. എല്ലാവരെയും അങ്ങ് നടത്തിക്കോളൂ എന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അല്ല. പിന്നെ ആരെ നടത്തും? ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായി ഹോളി സ്പിരിറ്റിനെ കുറിച്ച് മാത്രം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ലോകം മുഴുവനും. ഈ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 5-8 രാജ്യങ്ങളിൽ ഇതിപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിലൊരു സ്ഥലത്ത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എടുക്കണം. ഞാൻ പറഞ്ഞു, അതെടുക്കുന്ന ഒരു 5 പാസ്റ്റർമാരുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്കിഷ്ടം അവരുടെ ക്ലാസ്. ഞാൻ ഈ കൊല്ലം അതല്ല, എന്നെ ഇപ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ കമ്മിറ്റിയിൽ ഇത് പറ. സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് എടുക്കാൻ എൻ്റെ അറിവിൽപ്പെട്ട ബോധ്യമുള്ള ഒരു 4 ദൈവദാസന്മാരുടെ പേര് ഞാൻ കൊടുത്തു. അവരെ വിളിച്ച് നടത്തും. എൻ്റെ നിയോഗം ഇപ്പോൾ ഇതാ. അവർ കമ്മിറ്റി കൂടി വെച്ച് പറഞ്ഞു, വിഷയം മാറ്റിക്കൂ, ആളെ മാറ്റുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോയി ഇത് തന്നെ എടുത്തോണ്ടിരിക്കുക. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞ് നിർത്താൻ പോണേ. ആത്മാവിനാലൊന്ന് നിറയണേ എൻ്റെ സഹോദരങ്ങളെ. ഞാൻ പാദം പിടിച്ച് അപേക്ഷിക്കുക, ആത്മാവിൽ നിറയണം. ഇനിയും പറയിപ്പിച്ചൊരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണ് പറയാൻ പോണേ. പാസ്റ്റർ കെ ഇ എബ്രഹാം എന്ന പേര് കേട്ടിട്ടുള്ളൊരു കൈ പൊക്കിക്ക്. ഇനിയും താത്തട്ടെ, കണ്ടിട്ടുള്ളൊരു കൈ പൊക്കിക്ക്. വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഫോട്ടോ അല്ലേ ഞാൻ ചോദിച്ചേ? സ്വന്തം ഞാൻ ഒരേ ഒരു പ്രാവശ്യം വടവാതൂർ സൺഡേ സ്കൂൾ വാർഷികത്തിന് അപ്പച്ചൻ സമ്മാനം ഇരുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് എടുത്ത് തന്നത് കണ്ടു. അതേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും പരിശുദ്ധാത്മ സ്ഥാനത്തെക്കുറിച്ചുള്ള ബുക്കും പല പ്രാവശ്യം വായിച്ചു. അദ്ദേഹത്തിന് ചെങ്ങന്നൂരിൽ നിന്ന് മാർത്താണ്ഡം വരെ പോയി അഭിഷേകം പ്രാപിക്കാൻ. അവിടെ ഒരു പാവപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്ത ഉപദേശി അഭിഷേകം പ്രാപിച്ച ആളുണ്ടെന്ന് കേട്ടോണ്ട് 7 ദിവസം അവിടെ പോയി കുത്തിയിരുന്നു. നിനക്കൊരു 7 ദിവസം ഇരിക്കാമോ? മാർത്താണ്ഡം വരെ പോകണ്ട, ഇപ്പം ഇവിടെ ഇരുന്നാൽ മതി. ഈ കൺവെൻഷനിൽ അഭിഷേകം പ്രാപിച്ചോ? അദ്ദേഹം പറഞ്ഞതാ, ആ ഇരിപ്പിൽ എൻ്റെ കൊച്ചു തെറ്റുകൾ പോലും ദൈവം ഓർപ്പിച്ചു. ദൈവശക്തി എൻ്റെ മേലെ ഇറങ്ങിയപ്പോൾ എൻ്റെ മാംസപേശികൾ ഇളകുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ കൺട്രോൾ വിടുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ നാവ് കുഴഞ്ഞു. മറ്റൊരു ഭാഷ എൻ്റെ നാവിലേക്ക് വന്നു. നിങ്ങളെന്നെ കേൾക്കണം.
ഈ അഭിഷേകത്തിൻ്റെ അനുഭവമായിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ബ്രദറൻ ചർച്ചിൻ്റെ മെമ്പറായ ഉണ്ണോണി സാറ് പുറത്തായി. അദ്ദേഹം കൂടെ കാശ് മുടക്കി പണിത് പള്ളി ഉപേക്ഷിച്ച് പുറത്തിറങ്ങി. 1-2 ആഴ്ച ആരാധന ഇല്ലാതെ വീട്ടിൽ കുത്തിയിരുന്നു. ഉണ്ണോണി സാറിന് ഭൂതം കയറിയെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അല്ലേ സാറേ? അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ എവിടെ ചെന്നിരിക്കുക? നമ്മളിപ്പോൾ പിള്ളേരെ ബ്രദറിലോട്ട് കെട്ടിച്ചാൽ തന്നെ കുഴപ്പമില്ല. ബ്രദറൻ തിയോളജി പഠിച്ച് സർട്ടിഫിക്കറ്റ് പഠിച്ചാൽ തന്നെ കുഴപ്പമുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് മനുഷ്യനെ പറ്റിക്കല്ലേ ശേഷക്കറി. ഇത് പറയാനാ ഞാൻ വന്നേ. ഈ കളി നിർത്തണം. പരിശുദ്ധാത്മാവിൽ തുള്ളിച്ചാടി ആരാധിക്കാൻ. അതിനുവേണ്ടി ഒരു സഭ ദൈവം തുറന്നു. അതിനുവേണ്ടി ഒരു കൺവെൻഷൻ കേരളത്തിൽ തുറന്നു. അതാ ജനവക കൺവെൻഷൻ. ഇതൊന്ന് എല്ലാരും കണ്ടുപിടിക്കട്ടെ. പെന്തിക്കോസ്കാര് ഭൂമി വേണോ വേണ്ടയോ? ഇത് രണ്ടും കൂടി ഒന്നാക്കാൻ പോവുകയാണോ? ഉണ്ണോണി സാറിന്റെ കാലത്ത് ബ്രദറൻ പെന്തക്കോസ് സംവാദം ഉണ്ടായിരുന്നു, ഖണ്ഡന പ്രസംഗം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ബ്രദറുകാർ നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുക. നമുക്ക് ശത്രുക്കൾ ഇതിനകത്താണ്. അവരാരാ? അവർ ബ്രദറുകാരും അല്ല, പെന്തക്കോസും അല്ല, ബ്രന്തക്കോസ്. അവരോടാണ് ഇപ്പം ഏറ്റുമുട്ടുണ്ടോ? അയ്യോ, അവര് എന്തൊരു ഉപദ്രവമെന്നറിയോ? ഒരു പാട്ട് ആരെങ്കിലും പാടിയ ഉടനെ അവർ അത് പാടാൻ പാടില്ല. ആര് പറഞ്ഞു പാടാൻ പാടില്ല? തീ പോലെ ഇറങ്ങണമെന്നുള്ള പാട്ട് പാടിയപ്പോൾ ഇന്നോ ബഹളമായിരുന്നു. ഞാൻ പലരോട് ചോദിച്ചത് എന്താ ഈ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം? അല്ല, തീ ന്യായവിധി. ആര് പറഞ്ഞു ന്യായവിധിയാണ്? നിങ്ങളോടൊക്കെ ആരാ ഇതൊക്കെ പറഞ്ഞു തന്നെ? നിങ്ങൾക്ക് ആരാ സർട്ടിഫിക്കറ്റ് തന്നെ? ഈ മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക. ഞാനൊരു 50 കൊല്ലം മുമ്പ് പെന്തക്കോസ് കൊള്ളോട്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം കേട്ട പാട്ട് ഏതാണെന്നറിയോ? തീ കത്തിക്ക എന്നെ. അല്ലേ സാറേ? അല്ലേ? പണ്ടൊരു കാലത്തു മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. മനസ്സിന ശുദ്ധിയെ നീക്കിടുക. ഓ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. മനസ്സിന ശുദ്ധിയെ നീക്കിടുക. ഓ തീ ഉൾപടർപ്പിനുള്ളിൽ കത്തിയൊരു പണ്ടൊരു കാലത്ത് മോശ കണ്ട ഉൾപടർപ്പിനുള്ളിൽ കത്തിയൊരു മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. മനസ്സിന ശുദ്ധിയെ നീക്കിടുക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. മനസ്സിന ശുദ്ധിയെ നീക്കിടുക. ഓ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. സ്വർഗീയ രാജാവേ തീ കത്തിക്ക. തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. സ്വർഗീയ രാജാവേ തീ കത്തിക്ക. തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. സ്വർഗീയ രാജാവേ
പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവര് വേഗം നടന്ന് മുമ്പോട്ട് വാ. ഈ ഒരു പന്തലിടാനും ഈ യോഗം നടത്താൻ എത്ര ലക്ഷം രൂപ ചെലവുണ്ട്? നാളെ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അവസരമില്ല. ഇത് ആത്മാവിന്റെ രാത്രിയാണ്, കവിഞ്ഞൊഴുക്കിന്റെ രാത്രിയാണ്. നിറഞ്ഞ് കവിഞ്ഞൊരു അഭിഷേകം ഇന്നിവിടെ ഒഴുകാൻ പോവുക. ഇവിടെ വന്ന മുഴുവൻ പേരും നീന്തി തലപാത കടക്കാൻ വയ്യാത്തൊരു വലിയ പ്രവാഹത്തിലേക്ക് ദൈവം തള്ളിവിടും. ഒരിക്കൽ ആത്മനിറവ് പ്രാപിച്ചിട്ട് മങ്ങിപ്പോയവര്, വരണ്ടുപോയവര്, ഉണങ്ങിപ്പോയവര്, ജീവിതത്തിൽ ബന്ധനം അനുഭവിക്കുന്നവര് വേഗം നടന്ന് മുമ്പോട്ട് വാ. ധൃതി വെച്ച് പോകണ്ട കേട്ടോ. ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കുന്ന രാത്രിയാണ് ഇത് രാത്രി. വേഗം നടന്ന് മുമ്പോട്ട് വാ. ഈ പാട്ട് കൊയർ പാടുമ്പോൾ കരങ്ങൾ അടിച്ച് ഉത്സാഹത്തോടെ ചേർന്ന് പാടാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങി വരട്ടെ. ഭൂതലത്തിൽ അന്ധകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രവചിക്കട്ടെ ആത്മശക്തിയോടെ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എന്റെ ആത്മാവിനെ പകരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് രാത്രികാല ചെറുമക്കൾ പന്തലിൽ അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ആത്മാവിൽ നിറയ്ക്കുക. അന്യഭാഷ അടയാളത്തോടെ അനേക കുഞ്ഞുങ്ങൾ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുക. ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവം ഇന്ന് രാത്രിക്കാലം അവിടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പകർന്നിരിക്കുക. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിക്കാലം സമയം അല്പം മുമ്പോട്ട് പോയെങ്കിലും ഇതിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ചത്, ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത്. ഒരു ചടങ്ങ് പ്രോഗ്രാമിനല്ല, ഒരു സാധാ കൺവെൻഷനായിട്ടല്ല. ഇന്ന് രാത്രികാലം അനേക നാളുകളായി ആഗ്രഹിച്ചെന്നെ പ്രാർത്ഥിച്ചെന്റെ റിസൾട്ട് ഫലം ദൈവം തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്ക്. നമ്മുടെ തലമുറകൾ ലോകത്തിലുള്ളതല്ല, പിശാചിനുള്ളതല്ല. അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് മാതാപിതാക്കന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ നമ്മുടെ തലമുറയെ കൊണ്ട് ദൈവം ജയിപ്പിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പെരുന്നാട് സെന്ററിന്റെ ശുശ്രൂഷകനായിരിക്കുന്നതായ പാസ്റ്റർ എഫ് രാജൻ മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതുവരെ ആ ജനം പോകരുത്. ദയവായി സ്വസ്ഥാനങ്ങളിൽ ശാന്തമായി നിന്നാട്ട് 2 മിനിറ്റൂടെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. തീർച്ചയായിട്ടും 2 മിനിറ്റൂടെ പ്ലീസ്. ആരും പോകരുത്. ദയവായി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ട്. ഒരു നിമിഷം പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. പ്രാർത്ഥിച്ചാട്ട് ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ആത്മാവിനാൽ നിറച്ച് സന്തോഷമുള്ള കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചാട്ട്. ദൈവമക്കളെ പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ചെറുവക്കൽ കൺവെൻഷന്റെ 6ാമത്തെ രാത്രിയിൽ സർവശക്തനായ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച അവിടുത്തെ അളവില്ലാത്ത കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷൻ ആരംഭിച്ച ദിവസം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഈ പന്തലിലൂടെ നീളം വ്യാപിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ അളവില്ലാത്ത കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിൻ്റെ ശക്തി കർത്താവെ ഞങ്ങളിൽ വ്യാപരിക്കുവാൻ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത അവിടുത്തെ അളവില്ലാത്ത കൃപകൾക്കായി സ്തോത്രം. പുത്രനിലൂടെ ഞങ്ങൾക്ക് നീതിയും ദൈവസ്നേഹവും പ്രദർശനമായി കാണുവാൻ അവിടുന്ന് സഹായിച്ച അവിടുത്തെ അളവില്ലാത്ത സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, പരിശുദ്ധാത്മാവ് നടത്തുന്ന ഏവനും ദൈവമക്കളാകുന്നു
എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. കർത്താവിൻ്റെ ദാസനെ പ്രത്യേകം അഭിഷേകത്തോടെ ശക്തിയോടെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിച്ചതിനാൽ സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവുമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ചെറുവക്കൽ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും സഹപ്രവർത്തകരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ന്യൂ ലൈഫ് സെമിനാരിയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. സെമിനാരിയിലെ അധ്യാപകരെ എല്ലാം കർത്താവിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച അവിടുത്തെ അളവില്ലാത്ത കൃപകൾക്കായി സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഉണ്ടാകണമേ. നാളെ രാവിലെയുള്ള ഗ്രാജുവേഷൻ സർവീസിലും തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങുകളിലും അവിടുത്തെ അളവില്ലാത്ത കൃപ കർത്താവ് പകരുകയും എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങുവാൻ ദൈവം സഹായിക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപാപൂർവം കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മൂലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. 26ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ആത്മീയ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലിനും സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീർന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റ് ഒരു നാമവുമില്ല. പ്രിയ ശ്രോതാവേ, നിങ്ങൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളും ശക്തമായ ആത്മീയ ആരാധന അടങ്ങുന്നതായ DVD-കൾ ലഭിപ്പാൻ ദയവായി ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയിൽ മിസ്റ്റർ സാംസി ഡാനിയൽ, ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 713-277-8647.